ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. ചുരിദാറിൽ നിന്ന് എങ്ങനെ അളവെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതിൽ പോയി കാണുക. ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടി തുണി എങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തുണി നീളത്തിൽ മടക്കിയതിന് ശേഷം വീതിയിൽ ഇതുപോലെ താഴേക്ക് മടക്കി വെക്കാം. ഞാനിവിടെ എടുത്തത് പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ്. സിമ്പിൾ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഹാഫ് സ്ലീവ് ആണെങ്കിൽ 2.5 മീറ്റർ തുണിയും 3/4 സ്ലീവ് ആണെങ്കിൽ 2.25 മീറ്റർ തുണിയും മതിയാവും. അപ്പോൾ ഈ ഫോൾഡിംഗ് ഉള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി തുടങ്ങുന്നത്. മുകൾ ഭാഗത്ത് ഇതുപോലെ മടക്കുള്ള ഭാഗത്താണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി മാക്സ്വേ മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ എടുത്തിരുന്ന മെഷർമെൻറ്റ്സ് തുണിയിൽ മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ചുരിദാർ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. 44 ഇഞ്ചാണ് എൻ്റെ ചുരിദാറിൻ്റെ ലെങ്ത്ത്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 45.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 45.5 ഇഞ്ച് ലെങ്ത്തിൽ തുണി മടക്കി ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ തുണി നമുക്ക് സ്ലീവിന് ആവശ്യം വരും, അപ്പോൾ ഇത് മാറ്റി വെക്കാം. തുണി 4 ലെയറായിട്ടാണ് ഉണ്ടാവുക. ഇത് നമുക്കൊരു പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ പിൻ ചെയ്തെടുത്താൽ തുണി തെന്നി മാറാതെ നമുക്ക് കറക്റ്റായിട്ട് അളവ് മാർക്ക് ചെയ്യാം. ചെറിയൊരു അളവിൻ്റെ വ്യത്യാസം മതി നമ്മുടെ ചുരിദാർ ചീത്തയാവാൻ. അപ്പോൾ ഒന്നും കൂടെ ടോട്ടൽ ലെങ്ത്ത് അളന്ന് നോക്കുക. ഇത് കറക്റ്റ് 45.5 ഇഞ്ചുണ്ട്. ഇനി നമുക്ക് ഈ ഫോൾഡിംഗ് ഉള്ള ഭാഗത്ത് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6.25 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 7.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൽ ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ ഭാഗത്തും 7.25 ഇഞ്ചല്ലേ എന്ന് അളന്ന് നോക്കുക. ഇനി ഈ 2 പോയിൻറ്റും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈനിലാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുന്നത്. 9.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇത് നമുക്കൊരു ലൈനായി വരച്ചെടുക്കാം. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്യാം. ബാക്കി ഈ ലൈന് 6.5 ഇഞ്ചാണ് ഉണ്ടാവുക. ഇതിൻ്റെ പകുതി 3.25 ഇഞ്ച് നമുക്ക് ഈ ലൈനിൽ മാർക്ക് ചെയ്യാം. ഇനി ഈ കോർണറിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ കർവ് ഷേപ്പിൽ വേണം ജോയിൻ ചെയ്തെടുക്കാൻ. ഇതാണ് നമ്മുടെ ആം ഹോള്. നെക്സ്റ്റ് വേസ്റ്റ് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് വേസ്റ്റ് ലൈൻ 13.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 13.5 ഇഞ്ചിലാണ് നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 8.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഹിപ്പ് ലൈനാണ് മാർക്ക് ചെയ്യേണ്ടത്. ഹിപ്പ് ലൈൻ 21 ഇഞ്ചാണ്. 21 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 21 ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് എൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഈ 2 പോയിൻറ്റ്സും സെപ്പറേറ്റ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് കട്ടിംഗ് പോയിൻറ്റും സെക്കൻഡ് വരുന്നത് സ്റ്റിച്ചിങ് പോയിൻറ്റുമാണ്. ഇനി ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വിഡ്ത്ത് മാർക്ക് ചെയ്യാം. താഴെ 11.5 ഇഞ്ചാണ് വിഡ്ത്ത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 12.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം.
ഇനി ഈ ഹിപ്പ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് താഴെ വിഡ്ത്തിലെ പോയിന്റിലേക്ക് സ്ട്രൈറ്റായി ജോയിൻ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ, കട്ട് ചെയ്തെടുക്കുന്നില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കാം. ഇനി സെൻറ്റർ അറിയാൻ വേണ്ടി തുണിയുടെ കോർണറിൽ ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. തുണി കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലൈനിലൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സെക്കൻഡ് ലൈന് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയുള്ള ലൈനാണ്. ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റേറ്റ് കുറഞ്ഞ തുണിയിലോ പഴയ ഷോളിലോ 2-3 പ്രാവശ്യം ചെയ്തെടുത്തതിന് ശേഷം നല്ല തുണിയിൽ ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിയെന്നിരിക്കും. 2-3 പ്രാവശ്യം ട്രൈ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഈ ചുരിദാറിന് വേണ്ടി ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. നേരത്തെ മെയിൻ തുണി ഫോൾഡ് ചെയ്ത പോലെ ഈ ലൈനിങ് തുണിയും 4 ലെയറായി ഫോൾഡ് ചെയ്തെടുക്കാം. മെയിൻ തുണിയുടെ അത്ര ലെങ്ത്ത് വേണ്ട, അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് 43.5 ഇഞ്ച് ലെങ്ത്ത് മതി. 43.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മെയിൻ തുണി ഇതിൻ്റെ മുകളിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. പിന്നുപയോഗിച്ച് നമുക്ക് മെയിൻ തുണിയും ലൈനിങ് തുണിയും കൂടെ കൂട്ടി പിൻ ചെയ്തെടുക്കാം. മെയിൻ തുണി കറക്റ്റായി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത്. എന്നാലേ നമുക്ക് കറക്റ്റായി അളവ് അടയാളപ്പെടുത്താൻ കഴിയൂ. ഇനി ഈ മെയിൻ തുണി നിൽക്കുന്ന അതേ ഷേപ്പിൽ നമുക്ക് ലൈനിങ് തുണിയിൽ ഇതുപോലെ വരച്ചെടുക്കാം. താഴെ ഭാഗം വരെ ഇതുപോലെ വരച്ചെടുക്കണം. ഇനി ലൈനിങ് തുണി നമ്മൾ വരച്ചെടുത്ത ലൈനിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി പിന്നഴിച്ചു മാറ്റി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പീസ് മെയിൻ തുണിയും 2 പീസ് ലൈനിങ് തുണിയുമാണ് ഉണ്ടാവുക. ടോട്ടൽ 4 പീസ് ഉണ്ടാവും. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് മാറ്റിയ തുണി നമുക്കെടുക്കാം. തുണി ആദ്യം നീളത്തിൽ മടക്കിയതിന് ശേഷം പിന്നീട് വീതിയിൽ ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു പിൻ ഉപയോഗിച്ച് ഇതുപോലെ പിൻ ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണോ കട്ടിങ് ഇല്ലാതെ കിട്ടുന്നത് അതുപോലെ മടക്കുക. എനിക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തപ്പോഴാണ് കട്ടിങ് ഇല്ലാതെ ലെങ്ത്ത് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തു. എങ്ങനെയായാലും ഈ ഫോൾഡിങ്ങുള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി തുടങ്ങുന്നത്. 17 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 18.5 ഇഞ്ചാണ്. അപ്പോൾ ഈ തുണിയുടെ ലെങ്ത്ത് 18.5 ഇഞ്ച് കറക്റ്റാണ്. നമുക്ക് ഒന്നും കട്ട് ചെയ്ത് മാറ്റാനില്ല. ഇനി താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് നമുക്ക് ഇതുപോലെ ഒരു ലൈനാക്കി വരക്കാം. ഇനി ഈ ലൈനിലേക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് വെച്ച് ആം ഹോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഈ പോയിന്റിലേക്ക് നമുക്ക് സ്ലോപ്പാക്കി വരക്കാം. ഇനി ഈ 10 ഇഞ്ചിൻ്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു കർവ് 5 ഇഞ്ചിലേക്ക് അങ്ങോട്ടും ഒരു കർവ് ഇങ്ങോട്ടും വരച്ചെടുക്കാം. ഇതുപോലെ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തുള്ള വിഡ്ത്ത് 5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. മേൽഭാഗത്തുള്ള വിഡ്ത്ത് 7 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം.
നമ്മൾ വരച്ചെടുത്ത ലൈനിലൂടെ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിന് വേണ്ട ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിന് ലൈനിങ് തുണി ഇതുപോലെ മടക്കിയതിന് ശേഷം മെയിൻ തുണി ലൈനിങ് തുണിയുടെ മുകളിൽ കറക്റ്റാക്കി വെച്ച് ഒന്ന് പിൻ ചെയ്തെടുക്കാം. മെയിൻ തുണിയുടെ അതേ ഷേപ്പിൽ നമുക്ക് ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സ്ലീവും 4 പീസാണുള്ളത്. 2 പീസ് മെയിൻ തുണിയും 2 പീസ് ലൈനിങ് തുണിയാണ്. അപ്പോൾ നമ്മൾ ചുരിദാർ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.